ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മിറേഴ്സും ബീഡ്സൊക്കെ വെച്ചിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴായിരിക്കും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമ്മളൊരു മിറേഴ്സും അതുപോലെ തന്നെ ബീഡ്സൊക്കെ കൂടിയിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. ഫെസ്റ്റിവൽ സീസണിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ചെറിയ മിറേഴ്സാണ്. ഒരുപാട് വലുത് വേണ്ട, ചെറിയ ടൈപ്പിലുള്ളത് മതി. പിന്നെ വേണ്ടത് ഈ ഒരു സൈസിലുള്ള ബീഡ്സ്, ഗോൾഡൻ ബീഡ്സ്. പിന്നെ ഇതിൻ്റെ കുറച്ചുകൂടെ സൈസ് കൂടിയത് കണ്ടില്ലേ, അതിൻ്റെ രണ്ടിൻ്റെയും സൈസ് വ്യത്യാസം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതിൻ്റെയൊക്കെ സൈസ്. പിന്നെ വേണ്ടത് നമുക്ക് ഷുഗർ ബീഡ്സ് ആണ്, ഗോൾഡൻ കളറ് ഷുഗർ ബീഡ്സ്. പിന്നെ ഇത് മിറേഴ്സ് നമുക്ക് ഒട്ടിക്കാനായിട്ട് ഗമ്മ് വേണം. പിന്നെ സാധാ സൂചി നൂലും, നമ്മൾ ബീഡ്സൊക്കെ തുന്നുന്ന സൂചിയാണിത്. ക്ലോത്ത് ഒരു ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു കോൺ ഷേപ്പിലാണ് ഞാൻ ഇതിൻ്റെ നെക്ക് ഡിസൈൻ വരച്ചിട്ടുള്ളത്. അത് നെക്കല്ല, നെക്കിൻ്റെ താഴെയായിട്ട് ഇതിങ്ങനെ ഒരു കോൺ ഷേപ്പിൽ വരച്ചു കൊടുത്തതാണ്. അതിനി കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ ബീഡ്സ് വെച്ച് നമ്മൾ ചെയ്യും. പിന്നെ അതിൻ്റെ പുറത്ത് മിറേഴ്സും അതുപോലെ തന്നെ ബീഡ്സൊക്കെ വെച്ചിട്ട് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു ഡിസൈന്. അപ്പോൾ ഇത് കഴുത്തല്ല, കഴുത്ത് ഇങ്ങനെ വി ഷേപ്പിലല്ല, അത് നമ്മൾ റൗണ്ട് ഷേപ്പിൽ വരച്ചിട്ട് അതിൻ്റെ താഴേക്ക് ഇതേപോലെ ഒരു കോൺ ഷേപ്പ് കൊടുത്തതാണ്. അപ്പോൾ ഈ കോൺ ഷേപ്പിൻ്റെ അകത്താണ് നമ്മൾ ബീഡ്സൊക്കെ ചെയ്യുന്നത്. പിന്നെ പുറത്ത് മിറേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈന് ചെയ്യും. ഈ ഒരു കോൺ ഷേപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ ഇതേപോലെ ഒരു മിറർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ചുറ്റിനും നമുക്ക് മുത്തുകൾ തുന്നി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലെ മിറർ ചെയ്യുമ്പോൾ അത് ഒട്ടിച്ച് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ വർക്ക് ചെയ്യുക അതിന് ചുറ്റും, അല്ലെങ്കിൽ അത് ഇളകിപ്പോരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇതേപോലെ ഓരോ മുത്തുകൾ, അതാ വലിയ ടൈപ്പ് മുത്തുകൾ കാണിച്ചില്ലേ, അത് നമ്മൾ ഇതിന് ചുറ്റും തുന്നി കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഓരോന്നോരോന്ന് തുന്നി കൊടുക്കുകയും ചെയ്യാം. അതിന് പകരം ഒന്നിച്ച്, അതായത് ആ ഒരു റൗണ്ട് ഫുള്ളായിട്ട് കോർത്തതിന് ശേഷം തുന്നി കൊടുക്കുക, അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആദ്യം ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ രണ്ടാമത്തെ റൗണ്ട് ഇതേ മുത്തുകൾ വെച്ചിട്ട് തന്നെ രണ്ടാമത്തെ റൗണ്ടും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ടൈപ്പ് മുത്തുകൾ കാണിച്ചിരുന്നു, ഒന്ന് ചെറുതും ഒന്ന് വലുതും. അപ്പോൾ വലിയ ടൈപ്പാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. ആദ്യത്തെ 2 റൗണ്ട് വലിയ ടൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ മിററിൻ്റെ ചുറ്റും 2 റൗണ്ട് ഈ വലിയ മുത്തുകൾ ഞാൻ തുന്നി കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ സൈസ് തന്നെയാണ്. ഇനി ഇതിൻ്റെ സൈസ് കുറഞ്ഞതുണ്ട്, അത് ഞാൻ ഈ 3ാമത്തെ റൗണ്ടായിട്ട് തുന്നി കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ മേലെ കാണുന്ന ആ ഒരു റൗണ്ടിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ ഈ ചെറിയ മുത്തുകൾ ഇങ്ങനെ വെച്ച് തുന്നി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഗ്യാപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് തുന്നിയെടുത്തിട്ടാണ് മുത്തുകൾ കോർക്കുന്നത്. അല്ല, ഇങ്ങനെ എല്ലാ ഗ്യാപ്പിലും, ഈ പുറമേ ഉള്ള ഗ്യാപ്പിലൊക്കെ നമുക്ക് ഇതേപോലെ മുത്തുകൾ തുന്നി കൊടുക്കുക.
ഇപ്പോൾ ആ ചെറിയ മുത്തുകളൊക്കെ തുന്നിയിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്ലവർ പോലെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് നല്ല വലിച്ച് മുത്തുകൾ കോർത്തത് കൊണ്ട് തന്നെ നല്ല സ്റ്റിഫായിട്ട് തന്നെ അത് നിൽക്കുന്നുണ്ട്. ഇനി നാലാമത്തെ റൗണ്ടായിട്ട് ഷുഗർ ബീഡ്സ് ഉണ്ട്, അതൊന്ന് തുന്നി കൊടുക്കുകയാണ്. അത് ഈ ഒരു മുത്തിനെ അറ്റാച്ച് ചെയ്തിട്ടല്ലാതെ അതിൻ്റെ ചുറ്റിലുമായിട്ട് നിറയെ വെച്ച് കൊടുക്കുകയാണ്. ഓരോ മുത്തുകളായിട്ട് ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ 3 റൗണ്ട് മുത്തുകൾ വെച്ചപ്പോൾ നമുക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഒരു കോൺ ഷേപ്പിൻ്റെ 2 സൈഡിലായിട്ടും ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള ചെറിയ മുത്തുകൾ വെച്ചിട്ട് ഈ ഒരു ഗ്യാപ്പിൽ കണ്ട ആ നെക്കിൻ്റെ താഴെയാണ് ഈ ഒരു കോൺ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ബാക്കിയുള്ള ചെറിയ മുത്തുകൾ വെച്ചിട്ട് തുന്നി കൊടുക്കുകയാണ്. അപ്പോൾ സംഭവം വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. അപ്പോൾ ഇനി നമുക്കതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഡിസൈനിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ലുക്ക്. ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു ഡിസൈനിൻ്റെ ട്യൂട്ടോറിയലാണ് കാണിച്ചത്, എങ്ങനെ നമുക്ക് ഈ ഡിസൈൻ ചെയ്തെടുക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് സാധാ ഒരു കോട്ടൺ മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഒറിജിനലായിട്ട് ചെയ്യുമ്പോൾ ഒരു സിൽക്ക് മെറ്റീരിയൽ എടുക്കുകയായിരിക്കും നല്ലത്. കാരണം അതിൻ്റെ ഒരു ഷൈനിങ്ങും പിന്നെ ഈ മുത്തുകളുടെ മിററിൻ്റെ ഒക്കെ ഒരു ഷൈനിങ് കൂടെ വരുമ്പോൾ നല്ലൊരു ലുക്ക് ഉണ്ടാവും, നല്ലൊരു ഫെസ്റ്റീവ് ലുക്ക് ഉണ്ടാവും കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ ഈ നടുക്കുള്ള ഈ ഭാഗത്ത് ഇതേപോലെ മുത്തുകൾ വെച്ച് തുന്നി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മുത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ആ 3ാമത്തെ ലെയർ ചെയ്ത ആ ഒരു ചെറിയ മുത്താണ് അതിൻ്റെ നടുക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡിസൈനാണ്. അപ്പോൾ ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. താങ്ക് യു.